എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി സെഷനാണ് ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ബിസിനസ് ഓപ്പർച്യൂണിറ്റി എന്ന് കേൾക്കുമ്പോൾ പലർക്കും നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ബിസിനസ് എന്ന് ചോദിക്കുമ്പോൾ അത് എന്താണ് ഏതാണ്, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഒരു തുറന്ന മനസ്സോടുകൂടെ ഇനിയുള്ള ഒരു 10-35 മിനിറ്റ് ഒരു മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവത്തിൽ ഇരിക്കാനായിട്ട് ഞാൻ എല്ലാവരും അഭ്യർത്ഥിക്കുന്നു. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വളരെയധികം മാറ്റം ഉണ്ടാക്കാൻ സാഹചര്യമുള്ള അല്ലെങ്കിൽ അതിനുള്ളൊരു ചാൻസ് ഉള്ള ഒരു അവസരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ഒരു വിജയകരമായ ഒരു ജീവിതമാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്, അല്ലെ? ഇന്നത്തെ നമ്മുടെ ജോലി നമ്മളെ അതിലേക്ക് എത്തിക്കുമോ? അതേപോലെ ആരോഗ്യത്തോടുള്ള ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിത രീതി നമ്മളെ അങ്ങനെ ഒരു ആരോഗ്യമുള്ള ഒരു ജീവിതത്തിലേക്കാണ് എത്തിക്കുക. ഇത് രണ്ടും നിങ്ങൾ ഒന്ന് ആലോചിക്കുക ഇത് കേൾക്കണതിന് മുമ്പ്. അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം? ഞാനിപ്പോ ഒരു ബിസിനസ് അവസരം കേൾക്കാൻ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെറുതെ ഓൺ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓൺ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ജസ്റ്റ് പങ്കുകൊണ്ടു എന്നല്ലാണ്ട് ഇത് മനസ്സിലാക്കാനുള്ള ഒരു മനോഭാവത്തിൽ ഇരിക്കാൻ പറ്റാൻ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്ക് എന്താണ് ആവശ്യം? എനിക്കിപ്പോ വരുമാനം ആവശ്യമുണ്ടോ, അതോ എനിക്ക് സമയമില്ലായ്മയാണോ എൻ്റെ ഏറ്റവും പ്രശ്നം? ഞാൻ ഇതേ രീതിയിൽ ജീവിച്ചാൽ വരുന്ന 5 വർഷം കൊണ്ട് എനിക്ക് നല്ലൊരു രീതിയിൽ ഒരു ഫിനാൻഷ്യലി എനിക്ക് സെറ്റിൽ ആവാൻ പറ്റുന്ന ഒരു ജോലിയിലാണോ ഞാനിപ്പോൾ? അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ജോലിയിൽ ഞാൻ മുന്നോട്ട് പോയാൽ എനിക്ക് എങ്ങും എത്താൻ പറ്റില്ല, ഈ ഒരു ജോലിയിലെ വരുമാനം കൊണ്ട് എനിക്ക് ഒരു കാര്യവും 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ പറ്റണില്ല, ഇങ്ങനത്തെയൊക്കെ കുറച്ച് അവസ്ഥകളാണ്. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മുടെ സൂം മീറ്റിംഗ് ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ അതിനകത്ത് ഇട്ടിരുന്നു, നമുക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ കൂടെ നമുക്ക് ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ അവതരിപ്പിക്കാൻ വേണം. അപ്പൊ ഇന്ന് നമ്മൾ ഇപ്പൊ ഈ സംസാരിക്കാൻ പോകുന്നതിന്റെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് വേ ടു സക്സസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഗേറ്റ് വേ ടു സക്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് വിജയത്തിലേക്കുള്ള കവാടം എന്ന് തന്നെയാണ് അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും പല കാറ്റഗറിയിൽ നിന്ന് വന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ജോലിയിൽ നിന്ന് വന്നവരുണ്ട്, അതേപോലെ ബിസിനസ് ചെയ്യാൻ ആൾക്കാരുണ്ട്, ഹൗസ് വൈഫ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ഗവൺമെന്റ് എംപ്ലോയീസ്, റിട്ടയർഡ് പേഴ്സൺ, പല രീതിയിലായിരിക്കും നമ്മൾ ഒരു സൊസൈറ്റിയിൽ ഉള്ള ആൾക്കാർ. നമ്മൾ പല രീതിയിൽ വരുമാനം ഉണ്ടാക്കിയ ആൾക്കാർ, വരുമാനം നിന്നുപോയ ആൾക്കാരുണ്ടാവാം. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ചെലവിന് യാതൊരു കുറവുമില്ല, അല്ലെ? വരുമാനം കൂടിയാലും വരുമാനം ഇല്ലെങ്കിലും വരുമാനം എത്രയൊക്കെ നമുക്ക് ഏതൊക്കെ സൈഡിൽ നിന്ന് വന്നാലും വന്നില്ലെങ്കിലും ഒക്കെ ചെലവ് എന്ന് പറയുന്ന സംഭവം അത് എല്ലാ മാസവും നമുക്ക് കാശ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നടത്തിയേ പറ്റും. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു കാര്യത്തിന് ഈ ഒരു എന്താ പറയാ ഒരു 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 കെട്ടുപാടിന്റെ ഉള്ളിലാണ് നമ്മളെല്ലാവരും. പലരും വളരെ നന്നായിട്ട് ജീവിക്കുന്നവരുണ്ടാവും, അവർ വെൽ സെറ്റിൽഡ് ആയിരിക്കും, അവരുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് നേടിയ ആൾക്കാരുണ്ടാവാം. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഇതിനകത്ത് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുമെന്ന്, നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട കാര്യം. ഇവിടെ ഞാൻ നിങ്ങൾക്ക് അതേപോലത്തെ ഒരു അവസരമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ അല്ലെങ്കിൽ ഹൗസ് വൈഫ് ആണെങ്കിൽ നമ്മൾ വീട്ടിലിരുന്നോണ്ടോ, സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ജോലിയുടെ കൂടെയോ, ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിൽ അവരുടെ ജോലിയുടെ കൂടെയോ, റിട്ടയർ ആയിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഇനിയുള്ള സമയങ്ങളോ അവർക്കൊരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തും വെൽത്തും ഫ്രീഡം ആണ് ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ളൊരു കാര്യം. പക്ഷെ നിർഭാഗ്യവശാൽ ഇത് മൂന്നും ഒരിക്കലും നമുക്ക് ആർക്കും ഒരുമിച്ച് കിട്ടാറില്ല, അല്ലെ? ഇത് മൂന്നും കിട്ടുമ്പോഴാണ് നമ്മളൊരു പ്രോഗ്രസ് ആയി ലൈഫിൽ നമ്മൾ പറയണത്. അപ്പൊ ഈ ഒരു പ്രസന്റേഷനകത്ത് അതിനുള്ള ഒരു പരിഹാരവും നമുക്കിവിടെ ഉണ്ടാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒരു ആളുടെ വരുമാനം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അവന്റെ ജോലിയോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബിസിനസ്സോ ഏതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു വരുമാനം വരുന്നത്. ഓക്കെ, അപ്പൊ ഈ വരുമാന മാർഗം നമുക്ക് പല രീതിയിൽ, ഇപ്പൊ ഞാൻ ജോലി എന്ന് പറഞ്ഞു, ബിസിനസ് എന്ന് പറഞ്ഞു. അത് ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്തിനെ ബേസ് ചെയ്തിട്ടാ വരണം? എത്ര സമയം നമ്മൾ വർക്ക് ചെയ്യണോ, എന്ത് ജോലിയാണ് നമ്മൾ ചെയ്യണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാവരുടെയും വരുമാനം വരുന്നത്, അല്ലെ? എത്ര സമയം ഇടുന്നു അതിനനുസരിച്ചുള്ള അതിനൊരു അവേർലി റേറ്റ് ഉള്ളവരുണ്ട്, ഡെയിലി ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യണേന് ഇത്രയും വരുമാനം ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു ശമ്പളം കിട്ടുന്നത്.
അപ്പൊ ഇത് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിനെ ബേസ് ചെയ്ത് അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ വന്നേക്കാം, ക്വാളിഫിക്കേഷൻ കൂടുന്നതനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. എന്താണെങ്കിലും സമയം ഉടനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വരുമാനം ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് സമയമില്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അല്ലെ. എന്തുകൊണ്ട് അവർക്ക് സമയമില്ലാത്ത? അവർക്ക് സമയമില്ലാത്തത് അവരുള്ള സമയം മുഴുവൻ അവരുടെ വരുമാനം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ സമയമില്ലാത്തൊരു കാരണമുണ്ട്. എത്ര സമയം വിട്ട് വരുമാനം ഉണ്ടാക്കിയാലും ആ വരുമാനം ജീവിതത്തിലേക്ക് നമുക്ക് ഒരു രീതിയിലും അപ്പുറം ഇപ്പുറം മുട്ടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് അല്ലെ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ പോലും ജീവിത കോസ്റ്റ് ഓഫ് ലിവിങ് കൂടിയിട്ട് ബാക്കി എല്ലാ ചെലവുകളും നമുക്ക് അങ്ങേയറ്റം എത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അവസ്ഥകളുണ്ട്. അപ്പൊ പല രീതിയിലും നമ്മൾ വരുമാനത്തിന് വേണ്ടി ഓടുന്നുണ്ടെങ്കിലും അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം ഈ സമയവും നമ്മുടെ വർക്കുമാണ് നമുക്ക് വരുമാനം തരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഒരു വ്യക്തി അവരുടെ വരുമാനം ഉണ്ടാക്കുന്ന ഒരു 8 മണിക്കൂർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അനുസരിച്ച് ആവറേജ് ഒരു 15 തൊട്ട് 40,000 രൂപ വരെയാണ് ആവറേജ് നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു അവസരം കിട്ടുന്നത്. ഇനി അഥവാ ഒരു 16 മണിക്കൂർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 25 തൊട്ട് 60,000 രൂപ വരെയൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം. അതല്ല 24 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ആവറേജ് ഒരു പേഴ്സണിന് ഒരു മാക്സിമം ഒരു 50,000 മുതൽ ഒരു 90,000 ഇടയ്ക്ക് അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചേക്കാം. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ പേഴ്സണൽ എഫേർട്ട് ഉണ്ടെങ്കിൽ മാത്രം വരുന്ന വരുമാനം, നമ്മുടെ പേഴ്സണൽ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം വരുന്ന വരുമാനം, അതൊരു ലീനിയർ ഇൻകം, അതായത് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ മാത്രം വരുന്ന ഒരു വരുമാനം. അവിടെ എനിക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. അവിടെ ഒരു ലിമിറ്റഡ് ഇൻകം ആണ് ഞാൻ ഇവിടെ ഓരോ വ്യക്തികളും, സാധാരണക്കാരായ നമ്മൾ ഓരോ വ്യക്തികളും നേടുന്നത്. ഇനി ഒരു വ്യവസായി അല്ലെങ്കിൽ ഒരു പണക്കാരൻ നമ്മൾ പറയണ പോലെ ഒരു വലിയൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അവര് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ റെസിഡുവൽ ഇൻകം വരണം എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ 8ഉം 16ഉം 24 മണിക്കൂറൊക്കെ വർക്ക് ചെയ്യാന്നുള്ളതല്ല. അവരുടെ എന്ന് വെച്ചാൽ 8ഉം 16ഉം മണിക്കൂർ ആയിരക്കണക്കിന് ആൾക്കാരുടെ പ്രവർത്തന സമയം അവര് എടുക്കുകയാണ്. ആ ഒരു പ്രവർത്തന സമയം 10,000 ആവുകയാണ്. അപ്പോൾ നമ്മൾ 8 മണിക്കൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു വ്യവസായിയുടെ 10,000 അവരുടെ പ്രവർത്തന സമയം വരുന്നത്. കാരണം അത് ആയിരക്കണക്കിന് ആൾക്കാരിൽ നിന്ന് ഒരുമിച്ചെടുക്കണം. അപ്പൊ അവിടെ കോടികളാണ് അവിടെ വരുമാനങ്ങൾ വരുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ഉം 10ഉം 16ഉം മണിക്കൂറും വർക്ക് ചെയ്യുമ്പോൾ 10,000 എന്താണ് സമ്പാദിക്കുമ്പോഴും നിരവധി ആൾക്കാരെ വെച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഈ വ്യവസായിക്ക് കോടികൾ സമ്പാദിക്കാൻ പറ്റുന്നത്. നമ്മൾ 8ഉം 10ഉം 16 മണിക്ക് ടൈം വർക്ക് ചെയ്യുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആയിരക്കണക്കിന് എന്നുള്ള ഒരു കണക്കേ നമുക്ക് മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവര് ആയിരക്കണക്കിന് ആൾക്കാരുടെ സമയം വെറും 10,000 മണിക്കൂറുകളാണ്. അപ്പൊ എപ്പോഴും മണിക്കൂറിനെ ബേസ് ചെയ്ത പൈസ എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കില്ല. അവിടെ മണിക്കൂറിനാണ് അവർക്ക് പൈസ കിട്ടുന്നത്. അവിടെയാണ് കോടികൾ സമ്പാദിക്കാനുള്ള ഒരു അവസരം ഇവർക്ക് വരുന്നത്. അപ്പൊ ഇതുപോലെ സാധാരണക്കാർക്കാണെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഒരു വ്യവസായിയുടെ പോലെ മണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുമാനം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. 24 മണിക്കൂർ ബാരിയർ ആണ് നമ്മുടെ എല്ലാവരുടെയും വരുമാനം സ്റ്റോപ്പ് ചെയ്യണതോ അല്ലെങ്കിൽ അതിനൊരു സീലിംഗ് ഇട്ട് വെച്ചേക്കണതിന്റെ കാരണം 24 മണിക്കൂറാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരുമാനം കൂട്ടണമെങ്കിൽ മണിക്കൂറുകൾ കൂട്ടിയാൽ സാധിക്കുന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. അപ്പൊ അത് എങ്ങനെ സാധാരണക്കാരനായി നമുക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റോ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഇതൊന്നും ഇല്ലാണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഡയറക്റ്റ് സെല്ലിംഗ് നമ്മൾ പറയുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും നെറ്റ് ചുളിയും. കാരണം നമുക്ക് അത് ഇതിനു മുമ്പ് കേട്ടേക്കണതൊക്കെ തെറ്റായ രീതിയിലുള്ള ഇൻഫോർമേഷൻസോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ സാധനങ്ങൾ വിൽക്കാൻ വരുന്ന ആൾക്കാരെ, പാത്രം വിൽക്കാൻ വരുന്നതും പ്ലാസ്റ്റിക് പാത്രം വിൽക്കാൻ വരുന്ന ആൾക്കാരെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഡയറക്ട്ലി കമ്പനിയിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് അറിയണമെങ്കിൽ അതിനു മുമ്പ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമുക്കറിയാം, ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം അതൊരു നാഷണൽ ലെവലിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് ഒരു C&F അല്ലെങ്കിൽ ഒരു സോണൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവൽ എന്നൊക്കെ പറഞ്ഞ് അതൊരു ചെയിൻ ഓഫ് ആൾക്കാരുടെ ഇടയിൽ കൂടെ കൈ കടന്ന് നമ്മുടെ അടുത്തുള്ള റീറ്റെയിൽ ഷോപ്പിൽ എത്തുന്നു. അത് തെറ്റായ മാർഗമൊന്നുമല്ല. അങ്ങനെ വല്ല നാട്ടിലും ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അവിടെ ഇതൊന്നും പോരാണ്ട് ഈ ഒരു പ്രോഡക്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെന്ന് അറിയണം എങ്ങനെയാ? അവിടെ നമ്മുടെ മാർക്കറ്റിംഗ് ടെക്നിക്കായ അഡ്വർടൈസ്മെന്റ് വഴിയാണ് നമ്മൾ അറിയുന്നത് അല്ലെ. ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അഡ്വർടൈസ്മെന്റ് വഴി അറിയും. ഈ അഡ്വർടൈസ്മെന്റിന്റെ പൈസ ആരാ കൊടുക്കുന്നത്? അത് ഈ MRP നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഒരു എക്സ്പെൻസ്
ഒരു 40-60% ടോട്ടൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ MRPക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഈ എല്ലാ പൈസയും കൂടെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. ശരിക്കും അതിന്റെ കോസ്റ്റ് വളരെ കുറച്ച്, ഒരു 40% ഉണ്ടാവുള്ളൂ. ബാക്കി മുഴുവനും ഈ ഇടനിലക്കാർക്ക് കൊടുക്കുന്നത് ഈ MRP തന്നെയാണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് മാർക്കറ്റിങ്ങിനകത്ത് ഇതേപോലെ തന്നെ ഒരു കമ്പനി ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കമ്പനി ഡയറക്ട്ലി ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ആ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തിക്ക് തരണം. എത്ര വ്യക്തികൾക്ക് വേണമെങ്കിലും കൊടുക്കുന്നു, എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും നേരിട്ട് കമ്പനിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള അവസരം തരുന്നു. അത് നമ്മൾ തന്നെയാണ് കൺസ്യൂമറും, നമ്മൾ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ടറും. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടറിന് കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങുമ്പോൾ ഈ ഇടയ്ക്കുള്ള ഇടനിലക്കാർക്ക് കൊടുക്കുക. അപ്പൊ കമ്പനിയുടെ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അത് തന്നെയാണ്. പ്രോഡക്റ്റിന്റെ കോസ്റ്റ് ആസ് യൂഷ്വൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ 40% ആണെങ്കിൽ 40% കോസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 60% അത് കമ്പനി അവിടെ വെച്ചിട്ടുണ്ട്. എത്ര വേണമെങ്കിലും നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് അത് തിരിച്ചെടുക്കാം. അതിനുള്ള അവസരമാണ് ഇവിടെ തരുന്നത്. ഇപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ നമുക്ക് MRPയിൽ കുറച്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ നമുക്ക് കമ്പനിയിൽ നിന്ന് വില കുറച്ച് സാധനം വാങ്ങാനും അത് ഉപയോഗിക്കാനും, അത് ഉപയോഗിക്കുന്നതിൽ വഴി നമ്മുടെ വീട്ടിലെ ചെലവ് നമ്മൾ അവിടെ ഇടുകയാണ്. അത് നമുക്ക് ഇഷ്ടമായാൽ നമ്മൾ നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും പറയും, അവർക്കും ഈ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ഇതാണ് നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് നമ്മൾ പറയുന്ന ഈ ഒരു കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് 1940 1940 ലോകത്തിൽ ആരംഭിച്ചാണ്. ഇന്ന് 100ലേറെ രാജ്യങ്ങളിൽ വളരെ ശക്തമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ 1990കളുടെ അവസാനത്തിലാണ് ഇന്ത്യയിൽ ഇത് വന്നത്. ഈ മേഖലയിൽ വളരെ വലുതായി, ഈ ഒരു മേഖല ഇന്ത്യയിൽ വളരെ വലുതായിട്ട് തന്നെ എന്താ പറയുക സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. ഇന്ത്യയിൽ വലിയ വ്യവസായ സംഘടനയായ ഫിക്കിയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2025 മറ്റേ 1.8 crore മില്യൺ യുവാക്കളാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഏർപ്പെടാനായിട്ട് അവരുടെ ഇത് പ്രകാരം, സർവേ പ്രകാരം കണ്ടത്. പിന്നെ കേരളത്തിലാണെങ്കിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2015 ജൂലൈയിൽ കേരള സർക്കാർ ഒരു അസാധാരണ ഗസറ്റിലൂടെ ഡയറക്റ്റ് സെല്ലിങ്ങിനെ പറ്റി കൂടുതൽ ഒരു വ്യക്തത ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ അതെന്ന് വെച്ചാൽ ഈ മേഖലയെ ബന്ധപ്പെട്ട് ഒരു 2018 ഓഗസ്റ്റ് മാസത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ഒരു റെഫറൻസ് ബുക്കും പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എന്താണ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന നമ്മള് അവിടെ അതിന്റെ ഇതിനകത്ത് കേരള ഗവൺമെന്റ് കീഴിലെ ജനങ്ങൾക്ക് ഈ മേഖലയെ കുറിച്ചിട്ട് ഒരു അവബോധം പകർന്നു കൊടുക്കാനായിട്ടുള്ള പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചു വരുന്നുണ്ടായിരുന്നു. അപ്പൊ 2019-2020 നമുക്കറിയാം ഈ ഒരു മേഖല ഒരു 180.5 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് WFDSA എന്ന് പറയുന്ന വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ സർവേ വഴി അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു മേഖല വളരെ ഫാസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായമായിട്ട് നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന സാധാരണക്കാരായ വ്യക്തികൾക്ക് അവർക്ക് ഒരു അസാധാരണമായ ഒരു ലെവലിലേക്ക് വളരണമെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട്, അതായത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, സമയമാണ് പൈസ. സമയം വഴിയാണ് നമുക്ക് പൈസ വരുന്നത്. അപ്പൊ എത്രത്തോളം സമയം കൂടുതൽ ഇടാമോ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു വരുമാനം കിട്ടുന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. അപ്പൊ ഇവിടെ എങ്ങനെ ഡയറക്റ്റ് സെല്ലിങ്ങിനകത്ത് അതിനുള്ള ഒരു അവസരം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണേ എന്നുള്ളത് നോക്കാം. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി നമുക്ക് സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാവണം. പിന്നെ നല്ലൊരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാവണം. അതായത് ഈ കഴിഞ്ഞ വർഷങ്ങളായിട്ട് അവരെങ്ങനെയാണ് അവരുടെ ട്രാക്ക് റെക്കോർഡ് നല്ലതാണോ നോക്കണം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് സമ്പ്രദായം ആയിരിക്കണം. നല്ലൊരു എഡ്യൂക്കേഷൻ, കൃത്യമായ രീതിയിൽ പറഞ്ഞു തരാനുള്ള ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ഉണ്ടാവണം. നല്ലൊരു സ്ട്രോങ് മാനേജ്മെന്റും ലീഡേഴ്സും ഉണ്ടാവണം. നല്ലൊരു ബിസിനസ് പ്ലാനും ഉണ്ടാവണം. അപ്പൊ ഈ ഒരു അവസരത്തിലാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയാണ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി. ഈ ഒരു കമ്പനി ഒരു 700ഓളം ഔട്ട്ലെറ്റ്സ് ഇന്ത്യ ഒട്ടാകെ നമുക്ക് ഈ പ്രോഡക്ട്സ് വാങ്ങാനുള്ള സംവിധാനം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് ഉണ്ടാവുന്നു. പിന്നെ
പലയധികം സർട്ടിഫിക്കേഷൻ നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഇത് പ്രീമിയം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സർട്ടിഫിക്കേഷൻ. കൂടാണ്ട് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡിന്റെ മറ്റേ ബ്രിക്സ്വിക് ലാബിന്റെ ഒറാക്കിന്റെ ഒരു സർട്ടിഫിക്കേഷൻ ബ്രിക്സ്വിക് ലാബിന്റെ കിട്ടിയിട്ടുണ്ട്. കൂടാണ്ട് നിരവധി സർട്ടിഫിക്കേഷൻസ് ആണ് ഇതിനകത്ത്. നോൺ GMO എന്ന് പറയുന്നത്, GMP, ഗ്രാസ്, ഇതൊക്കെ പല കൺട്രീസിലും UAE പോലത്തെ കൺട്രീസിലും പല സ്ഥലത്തും ഇങ്ങനത്തെ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിലാണ് ഒരു പ്രോഡക്റ്റ് അവിടെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ത്യയിൽ വിൽക്കണമെങ്കിൽ ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. പക്ഷെ ഈ എല്ലാ സർട്ടിഫിക്കേഷനും അതിൻ്റെതായ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റുകളെല്ലാം ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ പുറയിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് വളരെയധികം കുറേയധികം എന്താ പറയുക, വലിയ വലിയ കമ്പനീസിന്റെ മാനേജ്മെന്റ് അതിന്റെ പുറയിലത്തെ ബ്രെയിൻ ആയിട്ട് വർക്ക് ചെയ്ത് ഹിന്ദുസ്ഥാൻ ലിവർ, ബെൽസാര, റാൻബാക്സി പോലത്തെ വലിയ വലിയ കമ്പനീസിലെ സയന്റിസ്റ്റുകളായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്ന കുറച്ച് സയന്റിസ്റ്റുകളാണ് ഇതിന്റെയൊക്കെ പുറയിലായിട്ട് പ്രവർത്തിച്ചേക്കുന്നത്. സയന്റിസ്റ്റിലേക്ക് മറ്റേ KK രാജേഷ്, അതേപോലെ DB അനന്തനാരായണൻ, പട്നായിക് എന്നൊക്കെ പറഞ്ഞ സയന്റിസ്റ്റുകളാണ് ഇതിന്റെ പുറയിലത്തെ ബ്രെയിൻ. ഇവിടെ മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വെൽനസ് പ്രോഡക്റ്റ് ആണ്. വെൽനസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് വെൽനസ് എല്ലാവരും കേൾക്കുന്നുണ്ട്. ഇത് ആരോഗ്യമുള്ള ഒരു അവസ്ഥയാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എല്ലാവരും ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. നമുക്കൊരു രോഗം വന്നാൽ എന്തെന്നുള്ളൊരു ചിന്ത വളരെയധികം ആൾക്കാരെ അലട്ടുന്നതാണ്. ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ആശുപത്രി പോകാനുള്ള പേടി കാശിനില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നെ നമ്മുടെ അവസ്ഥ എന്താന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പൊ ആരോഗ്യം പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ മരുന്നും മന്ത്രവും ആശുപത്രിയും ടെസ്റ്റും ലാബും ആയിട്ട് നടക്കേണ്ട ഒരു പ്രവണതയിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് നമ്മൾ കാണുന്ന സമൂഹം മുഴുവനും. കൊച്ചു പിള്ളേരടക്കം ഇന്ന് ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് വരുന്ന ഇഷ്ടം പോലെ അസുഖങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ആരോഗ്യം തിരിച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മുടെ 2-3 തലമുറ മുമ്പ് എങ്ങനെയാണോ നമ്മുടെ കാരണവന്മാര് ആരോഗ്യത്തോടുകൂടെ ഒരു കുടുംബത്തെ കൊണ്ടു നടന്നിരുന്നത്, അത് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ഒരു ബോധവൽക്കരണം ആൾക്കാരിലേക്ക് കൊടുക്കുകയാണ്. ആൾക്കാർക്ക് വെൽനെസ്സിനെ പറ്റി എന്താന്നുള്ള ഒരു കൃത്യമായ ഒരു ബോധവൽക്കരണം കൊടുത്ത് വെൽനെസ് നമ്മുടെ കുടുംബത്തിൽ നമ്മളിലേക്കും കൊണ്ടുവരണമെങ്കിൽ എങ്ങനെ വേണം നമ്മുടെ ജീവിതശൈലി, എങ്ങനെ വേണം നമ്മുടെ ഭക്ഷണ രീതി, ഭക്ഷണത്തിൽ കൂടെ വേണ്ടത് കിട്ടണില്ലെങ്കിൽ അത് എങ്ങനെ സപ്ലിമെന്റ് ചെയ്യണം, അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയുള്ളതായിരിക്കണം, അത് എവിടെയാണ് സേഫ്, എങ്ങനത്തെ പ്രോഡക്റ്റ് എടുക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആൾക്കാർക്ക് ബോധവൽക്കരണം ചെയ്തു കൊടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഡീൽ ചെയ്യുന്ന വെൽനസ് പ്രോഡക്റ്റിന്റെ ഏറ്റവും നല്ലൊരു ബ്രാൻഡാണ് എലമെന്റ്സ് എന്ന് പറയുന്ന ഒരെണ്ണം. അപ്പൊ ഈ എലമെന്റ്സ് എന്ന് പറയുന്ന രാജ്യത്തിലെ ഏറ്റവും വലിയ മീഡിയ ഹൗസ് ആയിട്ടുള്ള ടൈംസ് ഓഫ് ഇന്ത്യ, ടൈംസ് ഓഫ് ഇന്ത്യയുടെ എക്കണോമിക് ടൈംസ് ബെസ്റ്റ് ഹെൽത്ത് കെയർ അവാർഡ് ആയിട്ട് 2019-ലും 2022-ലും ഇപ്പൊ 2024-ലും കൂടെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് അറിയാം ഈ ഒരു പ്രൊഡക്റ്റിന്റെ മഹത്വം എന്താന്നുള്ളത്. ഇതിനകത്ത് കുറച്ച് പ്രൊഡക്റ്റിനെ പറ്റി ഒരു 10-100 പ്രൊഡക്റ്റിന് മേലെ ഇതിനകത്തുണ്ട്. ഇതിനെപ്പറ്റി ഒന്ന് ഓടിച്ച് ഞാൻ കുറച്ച് പ്രൊഡക്റ്റിനെ പറ്റി പറയാം. ലിവഗെയിൻ എന്ന് പറയുന്നത് ലിവറിന്റെ സംരക്ഷണത്തിനുള്ളത്. അത് സാധാരണക്കാരായ നമുക്ക് നമ്മുടെ സംരക്ഷണം, നമ്മുടെ ആരോഗ്യം, നമുക്ക് വേണ്ട പോഷകക്കുറവ് കൊണ്ടിട്ടും അല്ലെങ്കിൽ അകത്തേക്ക് പോകുന്ന എല്ലാവിധ കെമിക്കലും ടോക്സിൻസിനെയും ബേസ് ചെയ്ത് നമ്മുടെ ലിവറൊക്കെ എല്ലാം ഹെൽത്തി ആയിട്ടല്ല ഇരിക്കുന്നത്. പലർക്കും ലിവർ കണക്റ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ലിവറിനെ സംരക്ഷിക്കാനായിട്ടുള്ള ലിവഗെയിൻ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്. വുമൺ കമ്പാനിയൻ എന്ന് പറഞ്ഞ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ വയസ്സറിയിച്ച കുട്ടികൾ മുതൽ ഇപ്പൊ കാണുന്ന ഏറ്റവും വലിയ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും ഹോർമോണൽ ഇഷ്യൂസും കാണുന്നുണ്ട്. അതിനെ നമുക്ക് നാച്ചുറൽ രീതിയിൽ എങ്ങനെയാണോ നമ്മുടെ കാരണവന്മാര് നമ്മുടെ ഓരോ വീടുകളിലും കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിച്ചിരുന്നത്, അതേ രീതിയിൽ നമുക്കുള്ളൊരു കോമ്പിനേഷൻ വുമൺ കമ്പാനിയൻ. പിന്നെ നമുക്ക് കഫ്നിൽ എന്ന് പറഞ്ഞ കഫം ഇളക്കി കളയാനും മറ്റേ അലർജിക് ചുമ പോലത്തെ ചുമ ഇല്ലാണ്ടിരിക്കാനായിട്ടുള്ള കഫ് നിൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ്. എല്ലാ പേരിൽ നിന്നും തന്നെ അത് എന്തിനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ വരുന്ന മൾട്ടി ഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്നത് ബ്ലഡ് ഇന്നത്തെ കാലത്ത് ഈ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊക്കെ എന്തോരം ടോക്സിൻസ് ഉണ്ടാവുന്നു. അപ്പൊ നമ്മുടെ ബ്ലഡ് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങളുടെയും ബേസ് ഈ ബ്ലഡ് ഇൻപ്യൂർ ആകുമ്പോഴാണ്. അപ്പൊ ബ്ലഡ് പ്യൂരിഫിക്കേഷനുള്ള ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്നത് ഉണ്ട്. പിന്നെ നമുക്ക് മുറിവ് ഉണങ്ങാനും അല്ലെങ്കിൽ നമ്മുടെ പൊള്ളലിനൊക്കെ ഉള്ളത് വൂണ്ട് ഹീൽ എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് ആൾക്കാരുടെ വൂണ്ടിനും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നോ വേദന ജെൽ എന്ന് പറയുന്നത് അത് നമ്മുടെ സന്ധി വേദന അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സിന്റെ എല്ലാതരം വേദനയ്ക്കുള്ളതും തലവേദന അടക്കം എല്ലാ ടൈപ്പ് ഓഫ് പെയിനിനും ഉള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മാൻ ശക്തി മാൻ എന്ന് പറയുന്ന അതൊരു ഹോർമോൺ ബാലൻസ് ചെയ്യാനായിട്ട് സ്പേം പ്രൊഡക്ഷനും സ്പേമിന്റെ ആരോഗ്യം നല്ല
ആരോഗ്യമുള്ള സ്പേം ഉണ്ടാവാനും ഒക്കെ ആയിട്ട് ആണുങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PHYT എന്ന് പറഞ്ഞാൽ ഫൈറ്റോ കിങ്ഡം എന്നാണ്. അതായത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ട് ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ നാച്ചുറൽ രീതിയിൽ ശരി നല്ല ഹോർമോണിനെ കൊടുത്തുകൊണ്ട് നമുക്ക് എങ്ങനെ സ്ട്രെസ് മാനേജ് ചെയ്യാം. അശ്വഗന്ധം, തുളസിയും ചുറ്റമൃതൊക്കെയാണ് അതിനകത്തുള്ള കോമ്പിനേഷൻസ്. പിന്നെ Immuno3+ എന്ന് പറയുന്ന കുടലിന്റെ ആരോഗ്യത്തിനുള്ളത്. നോവേദന ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ ജോയിന്റ് ഹെൽത്ത്, എല്ലാ രീതിയിലും നമ്മുടെ ആർത്രൈറ്റിസ്, മുട്ടുവേദന, എല്ലാ രീതിയിലുള്ള ജോയിന്റ് ഹെൽത്തിന് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ വെൽ ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് ഹാർട്ടിന്റെ സംരക്ഷണം ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിന്റെ സംരക്ഷണത്തിനുള്ള നമുക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും എല്ലാവരും വെൽ ഹാർട്ട് കഴിക്കേണ്ടതാണ്. അതും ഇതേപോലെ നാച്ചുറൽ രീതിയിൽ ഉലുവ, അശോകം എന്ന് പറഞ്ഞ മരത്തിന്റെ തൊലി, ഇങ്ങനെയുള്ള കുറച്ച് കോമ്പിനേഷനാണ് അതിനകത്തുള്ളത്. ഇത് കൂടാണ്ട് നമുക്ക് ആയു ഹീൽ എന്ന് പറയുന്ന ഉപ്പൂറ്റിയുടെ വിണ്ടുകീറലിനുള്ളത്, പ്രോനാസിക എന്ന് പറയുന്ന മൂക്കടവ് പോലത്തെ ഇഷ്യൂസിനുള്ളത്, ഐ എനർജി കണ്ണിന്റെ ആരോഗ്യത്തിന്, ഫുൾ ടൈം ഫോൺ ലാപ്ടോപ്പ് നോക്കിയിരിക്കുന്ന ജോലികളാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് അത് വേണ്ടതാണ്. പിന്നെ നമുക്ക് എലമെന്റ് വെൽനസിന്റെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് അതും ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ഉള്ള ഒരു പ്രോട്ടീൻ പൗഡർ ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ ഒന്നാണിത്. പിന്നെ ഇതിനകത്ത് മറ്റേ പീ പ്രോട്ടീൻ, സോയ പ്രോട്ടീനും മറ്റു വേ പ്രോട്ടീനും കൂടാണ്ട് ആംലയും ബ്രഹ്മിയും, അതായത് നെല്ലിക്കയും ബ്രഹ്മിയും ഇതിനകത്ത് ചേർത്തുണ്ട്. കുട്ടികൾക്ക് ഇത് കൊടുക്കുന്ന വളരെ നല്ലതാ. എല്ലാവർക്കും, നമുക്ക് ഷുഗർ പേഷ്യൻസ് ഉണ്ടെങ്കിലും വയസ്സായ ആൾക്കാരുണ്ടെങ്കിലും വീട്ടിലെ എല്ലാവരും ഒരു ഫാമിലി അടക്കം കഴിക്കാവുന്ന വളരെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ. പിന്നെ മോറോ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതും ഓവറോൾ നമ്മുടെ ഹെൽത്ത് മെയിൻ്റനൻസിലും വളരെ നല്ലതായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പിന്നെ ആന്റി ഓക്സിഡൻസിന്റെ കുറവ് കൊണ്ട് ഇഷ്ടം പോലെ അസുഖങ്ങൾ നമുക്ക് വരണതിൻ്റെ ഒരു റീസൺ അതാണ്. അതിനെ ഓവർകം ചെയ്യാനായിട്ട് 13 തരം ബെറി പഴങ്ങളും കറ്റാർവാഴയും നോനിയും അതിൻ്റെ ഒരു ജ്യൂസ് ആയിട്ടുള്ള ബെറി ജ്യൂസാണ് 95 എന്ന് പറയുന്നത്. വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നല്ല സെൽസിനെ ഉണ്ടാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് പല രീതിയിലുള്ള അസുഖങ്ങളിലേക്ക് പോവാണ്ടിരിക്കാനും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ ഡയബ്-ലൈഫ് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക് റിവേഴ്സൽ, അതായത് ഡയബറ്റിക്കിന്റെ റീസൺ എന്താ, പാൻക്രിയാസിന്റെ ഹെൽത്തിനെ കൂട്ടുക, വേണ്ട രീതിയിലുള്ള ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടെ, അങ്ങനെ ഡയബറ്റിക് റിവേഴ്സൽ ഒരു സിസ്റ്റത്തിന് വേണ്ടി അത് അലസിൻ എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയിൽ നിന്ന് എടുത്ത ഒരു സ്റ്റെബിലൈസ്ഡ് അലസിൻ ആണ് ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ അരക്കനട്ട്, അതായത് അടയ്ക്ക, മറ്റേ ചക്കരക്കൊല്ലി, പാവയ്ക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കവചപ്രാശം വളരെ വളരെ ഈ ഒരു സീസണിൽ ആവശ്യമുള്ളതും നമുക്കറിയാം. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവരുടെ വ്യത്യാസം. കാരണം അടുത്തു കൂടെ ഒരു വൈറസ് പോയ ഏറ്റുപിടിക്കണ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് എല്ലാവരും ഇരിക്കുന്നത്. ഇത് അത് വൈറസിന്റെ കുഴപ്പം കൊണ്ടല്ല നമുക്ക് വയ്യായ വരണം, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ടിട്ടാണ്. അപ്പൊ ഇവിടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമുക്ക് വേണ്ട രീതിയിലുള്ള ഓവറോൾ ഹെൽത്തിന് വളരെ നല്ലതാണ്. കവചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീൽഡ്, പ്രാശം എന്ന് പറഞ്ഞ ഫുഡ്, ഇത് എല്ലാവർക്കും ഫാമിലിയിൽ കഴിക്കാവുന്ന ഒരു ഫാമിലി ടോണിക് ആണ്. പിന്നെ ഇത് കൂടാണ്ട് നമുക്ക് പേസ്റ്റ്, അതേപോലെ നമ്മുടെ ഫെയർനെസ് ക്രീമുകൾ, ഷാംപൂ, ഫേസ് വാഷ്, അതേപോലെ അണ്ടർ ഐ ക്രീം, അങ്ങനെ കുറേ അധികം നമ്മുടെ പേഴ്സണൽ കെയറിനുള്ളതുണ്ട്. മറ്റൊന്ന് പൗഡർ, സോപ്പ്. പിന്നെ ഇത് കൂടാണ്ട് ഹോം കെയർ പ്രോഡക്ട്സും കുറച്ചുണ്ട്. നമ്മുടെ നിലം തുടയ്ക്കുന്ന, പാത്രം കഴുകണ, ബാത്റൂം കഴുകണ പോലത്തെ സാധനങ്ങൾ. പിന്നെ നമുക്ക് ചായ, മറ്റേ ഈ ഗ്രീൻ ടീ പോലത്തെ ഹെയർ കളറ്. പിന്നെ ഇതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ മണ്ണിനെ സംരക്ഷിക്കാനായിട്ട്, നമുക്ക് ഇന്നത്തെ പ്രശ്നം മുഴുവൻ നമുക്ക് ഭക്ഷണം കിട്ടാത്തതല്ല നമ്മുടെ ആരോഗ്യ പ്രശ്നം. നമ്മളെല്ലാവരും ഇഷ്ടം പോലെ കഴിക്കേണ്ടത്, പക്ഷെ എല്ലാവർക്കും ആരോഗ്യ പ്രശ്നത്തിന്റെ കാരണം വേണ്ട ന്യൂട്രിയൻസ് ഒന്നുമില്ല, മണ്ണിലൊന്നുമില്ല. മണ്ണിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ നമുക്കൊക്കെ ഭക്ഷണത്തിലേക്ക് വല്ലതും കിട്ടുള്ളൂ. അപ്പൊ മണ്ണിന്റെ സംരക്ഷണത്തിന്, മണ്ണിനെ തിരിച്ച് അതിന്റെ എല്ലാ പ്രൗഢിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അതിനെ നാച്ചുറൽ രീതിയിലേക്ക് നമുക്ക് കെമിക്കൽ ഇല്ലാണ്ട് എങ്ങനെ ഓരോ ചെടികളെയും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളതിൽ ഇന്ത്യ ഗ്രോ എന്ന് പറഞ്ഞിട്ട് കുറേയധികം പ്രോഡക്റ്റ് അതിനകത്ത് ഫംഗസ് വരണേലും അത് നന്നായിട്ട് വളരാൻ വേണ്ടി, മറ്റേ നല്ല നല്ല ഈൽഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, മറ്റേ മണ്ണിനെ സംരക്ഷിക്കാനായിട്ടൊക്കെ ആയിട്ടുള്ള കുറേയധികം പ്രോഡക്റ്റ് ഇതിനകത്തുണ്ട്. അപ്പം ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ട്. അവർക്ക് MyDigi എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സൈറ്റ് ഉണ്ട്, ഇതുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ഇതിനെപ്പറ്റി മുഴുവൻ പഠിക്കാം. കൂടാണ്ട് ഹാർവസ്റ്റ് അക്കാഡമി എന്ന് പറഞ്ഞ ഒരു വിഭാഗം നമുക്ക് പല രീതിയിലുള്ള ട്രെയിനിങ്സും തരുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്തിനൊക്കെ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു, ഇതുകൊണ്ട് എനിക്ക് എന്താ ഗുണം എന്നുള്ളത് ആലോചിക്കണം. ഇത് നമ്മൾ കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്ത ഫസ്റ്റ് ഞാൻ പറഞ്ഞു വില കുറച്ച് സാധനം കിട്ടും. വില കുറച്ച് സാധനം കിട്ടാനുള്ള അവസരം നമുക്കുണ്ട്. അതിന് എന്ത് ചെയ്യണം, ഓൺലൈൻ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 10 ഡിജിറ്റ് ഒരു ID നമ്പർ കിട്ടും.
ഈ ID നമ്പർ വെച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പൊ കടയിൽ നിന്ന് ഏത് കടയിൽ നിന്നാണോ വാങ്ങുന്നത് അവിടുന്ന് നമ്മളൊന്ന് ഷോപ്പ് മാറി ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ അവിടെ MRPക്ക് കിട്ടിയിരുന്ന സാധനം ഇവിടെ നമുക്ക് MRPയിലും കുറച്ച് വാങ്ങാനുള്ള ഒരു അവസരമാണ് ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ വില കുറച്ച് വാങ്ങുന്ന ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങി ഉപയോഗിച്ചു, അത് ഇഷ്ടമായാൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കണം. ഇമീഡിയറ്റ് പൈസ വേണ്ട ആൾക്കാർക്ക് ഇപ്പൊ എല്ലാ ദിവസവും ഒരു 500 രൂപ എക്സ്ട്രാ കിട്ടിയാൽ വളരെയധികം കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇത് വേണമെങ്കിൽ റീറ്റെയിൽ ചെയ്യാം. അവർക്ക് വേണമെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിന്റെ ഇടയിലോ അവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ അത് റീറ്റെയിൽ ചെയ്ത് അവിടെ ഒരു MRPന്ന് ഡിഫറൻസ് കിട്ടണം. അതായത് MRPക്ക് കൊടുക്കുമ്പോൾ നമുക്ക് DAPക്ക് ഡിസ്ട്രിബ്യൂട്ടർ കോസ്റ്റിന് കിട്ടിയോണ്ട് നമുക്കൊരു റീറ്റെയിൽ ഇൻകം അവിടെ കിട്ടും. അതുകൂടാണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ നിന്ന് വർഷങ്ങളായിട്ട് ഞാൻ വാങ്ങുന്ന ഒരു സോപ്പ് പോലും നമുക്ക് ഫ്രീ കിട്ടാറില്ല അല്ലെ. ഇവിടെ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ വാങ്ങുന്നതിന്റെ വോളിയത്തിനെ ബേസ് ചെയ്തിട്ട് എനിക്കൊരു എമൗണ്ട്, ഒരു പെർസെൻറ്റേജ് കമ്മീഷൻ എൻ്റെ അക്കൗണ്ടിലേക്ക് വേറെ വരും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇടനിലക്കാരനില്ല. ഇടനിലക്കാരന് കൊടുക്കാൻ വെച്ചേക്കുന്ന കാശ് കമ്പനി നമുക്ക് തരാൻ തയ്യാറാണ്. ഒരു 60% നമുക്ക് നേടിയെടുക്കാം. അതിനൊരു പ്ലാൻ അവരിട്ടുണ്ട്. ഇന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന പോലെ വരുമാനം കിട്ടും. അത് വീക്ക്ലിയും കിട്ടും, പല രീതിയിൽ മന്ത്ലി ഉണ്ട്. റാങ്ക് ഇൻകം ആയിട്ടും പെർഫോമൻസ്, നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് ഒരു ബോണസ്, ലോയൽറ്റി, എത്രത്തോളം ലോയലാണ് നമ്മൾ കമ്പനിയോട്, എത്രത്തോളം റീപർച്ചേസ് നമ്മുടെ വരുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് ലോയൽറ്റി ബോണസ്, റോയൽറ്റി ഇൻകം, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് വരുമാനം വരുന്നത്. അപ്പൊ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് വാങ്ങുന്ന നമുക്ക് വില കുറച്ചാണ്, കൊടുക്കുന്നത് MRPക്കാണ്. ആ ഡിഫറൻസ് ആണ് റീറ്റെയിൽ മാർജിൻ. അത് ചെയ്യേണ്ട ആൾക്കാർക്ക് ചെയ്യാം. അത്യാവശ്യം നമുക്ക് റീറ്റെയിൽ ചെയ്യാൻ മിടുക്കന്മാരാണ്, ഞാൻ സെയിൽസിനും മിടുക്കനാണോ, സുഖമായിട്ട് നമുക്ക് റീറ്റെയിൽ ചെയ്യാം. കാരണം കടയിൽ കിട്ടുന്നതിന്റെ കുറച്ച് നമുക്ക് കിട്ടുന്നു, ആൾക്കാർക്ക് അത് നമ്മൾ കടയിൽ കിട്ടുന്നത് വെച്ചിട്ട് നമുക്ക് വില വലിയ വ്യത്യാസം ഇല്ലാത്ത കാരണം നമുക്ക് ഈസി ആയിട്ട് കുറെ അധികം നമ്മുടെ ഏരിയയിലോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ നമുക്ക് 10-20 ഫാമിലീസിന് സ്ഥിരമായിട്ട് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്താൽ ഒരു നിശ്ചിത റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് എല്ലാ മാസവും ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഇതിനകത്ത് വീക്ക്ലി വരുമാനം വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ എമൗണ്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവരൊരു BV അലോക്കേഷൻ ഉണ്ട്. BV അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് വോളിയം ത്തിനെ ബേസ് ചെയ്തിട്ട്, ബിസിനസ് വോളിയം എന്നാണ് അതിന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇത് വരുന്നത്, എമൗണ്ട് വരുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ എലമെന്റ്സും ഇന്ത്യ ഗ്രൂവും ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞ ബ്രാൻഡ് വാങ്ങുമ്പോൾ നമ്മൾ വാങ്ങുന്ന എമൗണ്ടിന്റെ 75% ബിസിനസ് വോളിയം കയറും. ആഹാറും ന്യൂ സ്റ്റാറും മൈ ഹോമും ഉണ്ടെങ്കിൽ അതിന്റെ 35% നമ്മുടെ ബിസിനസ് വോളിയമായിട്ട് കയറുന്നത്. ഇനി എങ്ങനെ വരുമാനം തന്നെ നോക്കാം. ഞാൻ എൻ്റെ കട മാറി, എൻ്റെ കട ഞാൻ ഇതാക്കി, ഞാൻ എൻ്റെ വീട്ടിലേക്ക് വേണ്ട രാവിലെ എണീറ്റ മുതൽ രാത്രി ഉറങ്ങുന്ന വരെ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും എന്തൊക്കെ ഇതിനകത്തുണ്ടോ ഞാൻ ഇതിനകത്തേക്ക് ഷിഫ്റ്റ് ചെയ്താൽ എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 2500-3000, ഏറ്റവും കുറഞ്ഞത് ഞാൻ പറയാം ബേസിക് സാധനങ്ങൾ മാത്രം എടുക്കുകയാണെങ്കിൽ പോലും ഒരു 3000-4000 റുപ്പീസിന്റെ സാധനം നമുക്കൊരു മാസം നമ്മൾ പുറത്ത് കളയണത് ഇതിനകത്തേക്ക് ഇടാം. മനസ്സിലായോ? അപ്പൊ ഞാൻ എൻ്റെ കടയിൽ നിന്ന് വാങ്ങി, എനിക്ക് MRPയിലും കുറച്ച് കിട്ടി. അപ്പൊ ഞാനൊരു 10-30% കുറച്ച് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു എമൗണ്ട് ആണ്. അപ്പൊ ഞാനൊരു 1000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനം എനിക്ക് 700 രൂപ കൊടുത്താൽ മതി. അതല്ല ഞാൻ 2000 രൂപയ്ക്ക് വാങ്ങുന്ന സാധനത്തിന് എനിക്ക് അതനുസരിച്ച് 1400 രൂപയ്ക്ക് കൊടുത്താൽ മതി. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. ഇനി ഞാനിത് വാങ്ങി നല്ലതായ എൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കില്ലേ, അവർക്കും ഈ ഒരു അവസരം കൊടുത്തൂടെ, അവർക്കും വില കുറച്ച് വാങ്ങാനുള്ള ഒരു അവസരം കൊടുത്തൂടെ. അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ 1 ഓർഗനൈസേഷൻ 2 ആയിട്ട് 2 ഓർഗനൈസേഷൻ ആയിട്ടാണ് നമ്മൾ ആൾക്കാർക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു 5-6 ഫ്രണ്ട്സിനെ ഞാൻ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഓർഗനൈസേഷൻ 1-ല്. ഓർഗനൈസേഷൻ 2-ൽ എൻ്റെ റിലേറ്റീവ്സ് ആയ എൻ്റെ കസിൻസിനെ അങ്ങനെ ഒരു 5-8 പേരെ ഞാൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ 1000 രൂപയുടെയോ 2000 രൂപയുടെയോ 3000 രൂപയുടെയോ ഒക്കെ സാധനങ്ങളായിട്ട് പല തുള്ളി പെരുവെള്ളം എന്ന് പറയണ എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങി ഒരാഴ്ച 10000 രൂപയുടെ വോളിയം ഓർഗനൈസേഷൻ 1-ലും 10000 രൂപയുടെ വോളിയം ഓർഗനൈസേഷൻ 2-ലും വന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വാങ്ങിയത് വേറെ, അതിനകത്ത് യാതൊരു കണക്കുമില്ല. പക്ഷെ ഈ ആൾക്കാര് അവരവരുടെ വീട്ടിലേക്ക് വാങ്ങിയ നേരത്തെ ചെലവാക്കി കളഞ്ഞിരുന്ന പൈസക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ വോളിയം ഒരു 10000 രൂപ അപ്പുറവും ഇപ്പുറവും വന്ന് മാച്ച് ആയപ്പോൾ അതിന്റെ ഒരു 12% 1200 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് കമ്പനി അയച്ചു തരുന്നു.
അതാണ് വീക്കിലി വരുന്ന പൈസ. അപ്പൊ വീക്കിലി വരുമാനം ഉണ്ടാക്കാൻ നമ്മുടെ കൂടെ വരുന്ന ആൾക്കാർ വാങ്ങുന്ന, അപ്പൊ ഞാൻ എണ്ണം കൂടണ അനുസരിച്ചിട്ട് 1000 രൂപയുടെ വാങ്ങുന്ന 10 പേരുണ്ടാവും, ചിലപ്പോൾ 100 പേരുണ്ടാവും, ചിലപ്പോൾ 50 പേരായിരിക്കും, നമുക്കറിയില്ല. ഓരോരുത്തരും അവനവന്റെ വീട്ടിലേക്കുള്ള ചെലവല്ലേ ഇതിനകത്ത് ഇട്ടേക്കണേ. അപ്പൊ ഈ ഓരോരുത്തരും വാങ്ങുന്ന വോളിയത്തിനെ ബേസ് ചെയ്ത് ഒരാഴ്ച ഇപ്പൊ ഒരു 20,000, ചിലപ്പോൾ 20 പേരുണ്ടായിരുന്നു 1000 രൂപയുടെ വാങ്ങിയെന്ന് വെക്കാം, അല്ലെങ്കിൽ ഒരു 5 പേര് ഒരു I mean 4000 രൂപയുടെ വാങ്ങിയെന്ന് വെക്കാം, നമുക്കറിയില്ല. അങ്ങനെ ഒരു 20,000 രൂപയുടെ ഇവര് മാച്ച് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു 12% ആയ 2400 രൂപ എന്റെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ കൂടെ വന്നേക്കുന്ന ഓരോരുത്തരും അവരവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു സംവിധാനം ചെയ്തു കൊടുത്താൽ അത് ഒരു 10, 100, 200, 300 ആൾക്കാരിലേക്ക് പോകും. ഓരോരുത്തരും 1000, 200 വെച്ചായിരിക്കും വാങ്ങണ്ടാവുള്ളൂ, പക്ഷെ വോളിയം അതനുസരിച്ച് കയറും. കാരണം ഇവിടെ എല്ലാവരുടെയും പലതുള്ളി പെരുവെള്ളം, നമ്മൾ നേരത്തെ പറഞ്ഞ സമയം ഓരോരുത്തരുടെയും ടൈം മൾട്ടിപ്ലൈ ചെയ്യണ പോലെ, അക്യൂമുലേറ്റ് ചെയ്യണ, നമ്മൾ ടൈം എടുക്കണ പോലെയാണ് ഇവിടെ ഓരോരുത്തരും ഇതിനകത്ത് ഇടുന്ന ആ സമയം, ബിസിനസ്സിൽ ഇടുന്ന സമയം എന്ന് പറയുന്നത് അവനവന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതാണ്. അപ്പൊ ഇവിടെ അതിനെപ്പറ്റി പഠിക്കാനും അതിനെപ്പറ്റി ആരോടെങ്കിലും പറയാനും ഇടുന്ന സമയമാണ്. അപ്പൊ ഇത്രയും ആൾക്കാര് ഈ അവനവന്റെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങുമ്പോൾ ഒരു 1 lakh വോളിയം ഒരു ഓർഗനൈസേഷൻ വണ്ണിലും ചിലപ്പോൾ മറ്റേതിനകത്ത് കൂടുതൽ നടന്നു എന്ന് വരാം. ഇപ്പൊ 2 ലക്ഷം വോളിയം വന്നു എന്ന് വയ്ക്കാം. അപ്പൊ മാച്ചിങ് എന്താ, ഒന്നേ മാച്ച് ചെയ്യുള്ളൂ. 1 lakh മാച്ച് ചെയ്തിട്ട് അതിന്റെ 12% 12,000 എന്റെ അക്കൗണ്ടിലേക്ക് വന്നു. ബാക്കി 10,000 വേസ്റ്റ് ഒന്നും ആവില്ല, അത് അടുത്ത ആഴ്ചത്തേക്ക് ക്യാരി ഫോർവേഡ് ആയിട്ട് ഇടും. അപ്പൊ അടുത്ത ആഴ്ച ഒരു സൈഡിൽ 5 ലക്ഷം അല്ലെങ്കിൽ മറ്റേ ഇതിനകത്ത് 4 ലക്ഷം വന്നാൽ പഴയതും കൂടെ മാച്ച് ചെയ്ത് ആ 5 ലക്ഷത്തിന്റെ 12% 60,000 അക്കൗണ്ടിൽ വന്നു. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോവില്ല. കാരണം കമ്പനിക്ക് ആ 60% ഇടനിലക്കാരന് കൊടുക്കുന്നത് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 17.5 ലക്ഷമാണ് സീലിംഗ് ലിമിറ്റ് കമ്പനി വെച്ചേക്കണം ഒരാഴ്ച. ഇപ്പൊ നിങ്ങൾ ഒരു പറഞ്ഞാൽ 1000 പേര് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, 1000 പേര് ഇത്ര രൂപയുടെ സാധനം വെച്ച് വാങ്ങിയപ്പോ 17.5 ലക്ഷം മാച്ചിങ് വോളിയം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2,10,000 രൂപ അതിന്റെ 12%. ഇതാണ് മാക്സിമം കമ്പനി നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ID നമ്പർ, ഇപ്പൊ മോളിൽ എഴുതി വെച്ചേക്കുന്ന ഒരു ID നമ്പർ 43XXX51 എന്ന് പറയില്ലേ, ആ ഒരു ID നമ്പറിൽ നമുക്ക് 2,10,000 വരെ വാങ്ങാനുള്ള അവസരം കമ്പനി തന്നെ ഉണ്ട്. വേണോ വേണ്ടോ ഞാനാ തീരുമാനിക്കണേ. ഞാൻ ഈ ID നമ്പർ എടുത്ത് ചുമ്മാ നമുക്കൊരു പ്രശ്നമില്ല, നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി മിണ്ടാണ്ടിരിക്കാം. 10 പേർക്ക് കൊടുത്ത് കാശുണ്ടാക്കണമെങ്കിൽ നമുക്കത് ചെയ്യാം. അതല്ല, കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് ഈ അവസരം കൊടുത്ത് കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങണ അവസരം കൊടുത്താൽ കൂടുതൽ വരുമാനം. ഇവിടെ നമ്മൾ ഒരു രീതിയിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യണില്ല, നമ്മുടെ സമയം മാത്രമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ കൂടുതൽ ആൾക്കാരുടെ സമയം ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ആ വ്യവസായിയുടെ പോലെ നമുക്ക് സമയം ഇട്ടാലേ വരുമാനം വരുള്ളൂ, നമ്മുടെ പൈസ അതിനെ ബേസ് ചെയ്തിട്ടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓരോരുത്തരും ഇടുന്ന എഫേർട്ടിനെ ബേസ് ചെയ്ത് ഓരോരുത്തരുടെ എക്സ്പെൻസ് ഇതിനകത്തേക്ക് ഇട്ടുകൊണ്ട് വലിയൊരു വോളിയം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നു. അപ്പൊ 2/10 നമുക്ക് ഇതിനകത്ത് മാക്സിമം ഉണ്ടാക്കാവുന്ന ഒരു വോളിയം, അല്ല നമുക്ക് ഉണ്ടാക്കാവുന്ന ഇൻകം. ഇതൊരു 3 ID വരെ നമുക്ക് ഒരാൾക്ക് ചെയ്യാം. ഒരാൾക്ക് പാൻ കാർഡിൽ 3 ID ഉണ്ടാക്കാനുള്ള അവസരം കമ്പനി തരുന്നുണ്ട്. നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരമുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ പെർഫോമൻസിനെ ബേസ് ചെയ്ത് നമുക്കൊരു പെർഫോമൻസ് ബോണസ് ഉണ്ട്. പിന്നെ ഓരോ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ കമ്പനിയുടെ മൊത്തത്തിൽ ഇതിൽ നിന്ന് ഓരോ ശതമാനം നമുക്ക് മറ്റേ 2%, 3% എന്നൊക്കെ നമുക്ക് എക്സ്ട്രാ വേറെ കമ്മീഷൻ വരുന്നുണ്ട്. ലോയൽറ്റി ബോണസ് ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ മറ്റേ ഡയമണ്ട് റോയൽറ്റി ബോണസ് എന്ന് പറഞ്ഞാൽ മന്ത്ലി ഉണ്ട്. ഇതിലൊക്കെ പുറമെ നമുക്കൊരു നോമിനി ഫെസിലിറ്റി ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് വളരെ നന്നായിട്ട്, ഞാനിപ്പോ ഒരു ആഴ്ചയിൽ ഇപ്പൊ 2/10 വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു 10,000 പേര്, ഞാൻ ചിലപ്പോൾ 100 പേരോടെ പറഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ 50 പേരോടെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്കും ഉണ്ടാവും 50, 100 പേര് അവരവരുടെ ഫാമിലിയിലോ ഫ്രണ്ട്സും ആയിട്ട് ഇതേപോലെ ഒരു അവസരം ചെയ്തു കൊടുക്കാൻ. എല്ലാവരും അവനവന്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പല ആൾക്കാരിൽ കൂടെ ഈ ഒരു ബിസിനസ് ഞാൻ കമ്പനിക്ക് കൊടുത്തതിൽ എനിക്കൊരു 2/10 കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇല്ലാണ്ടായാലും എൻ്റെ ഫാമിലി, എൻ്റെ നോമിനി ആരാണോ ഇതേ രീതിയിലെ ബിസിനസ് അങ്ങനെ തന്നെ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ ഒരു ഫെസിലിറ്റി നമുക്കുണ്ട്. കൂടാണ്ട് ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് ഒരു 3 ലക്ഷത്തിന്റെ നമുക്ക് ഇതിനകത്ത് ഓരോ റാങ്കിൽ ഫസ്റ്റ് റാങ്ക് വരുമ്പോൾ നമുക്ക് അതിനകത്ത് കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു നല്ല കമ്പനി എങ്ങനെ സെലക്ട് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു. നല്ല കമ്പനി സെലക്ട് ചെയ്യണമെങ്കിൽ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് വേണം, നല്ലൊരു ട്രാക്ക് റെക്കോർഡ് വേണം, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റണമായിരിക്കണം, നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവണം, നല്ല ക്വാളിറ്റി മാനേജ്മെന്റും ലീഡേഴ്സും വേണമെന്ന് പറഞ്ഞു, നല്ലൊരു പ്ലാൻ വേണമെന്ന് പറഞ്ഞു. ഇതെല്ലാം ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ബിസിനസ് പ്ലാനിനകത്ത് ഇതെല്ലാം ഉണ്ട്. ഈ ഒരു കമ്പനി ഇതെല്ലാം നമുക്ക് തരുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് ISO 9001 നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഫിക്കി
എന്ന് പറയുന്നതിന്റെ വളരെ ഒരു പ്രൗഡ് മെമ്പറാണ്. FDSAയുടെ ഒരു അസോസിയേഷനിലുള്ളതാണ്. പിന്നെ ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട് സ്കിൽ ഇന്ത്യ പ്രോജക്റ്റ് ആയിട്ട്. അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള നമുക്ക് വളരെയധികം വിശ്വസിച്ച് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു കമ്പനിയാണ്. വേണോ വേണ്ടയോ എന്ന് നമ്മളെ തീരുമാനിക്കണേ. ഇത് കൂടുതൽ അറിയണമെങ്കിൽ നമുക്ക് www.mylifestylemarketing.com എന്ന വെബ്സൈറ്റിൽ കയറി ഇതിനെപ്പറ്റി മുഴുവനും മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ പറയണത് ഒരാൾ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിച്ചോളണമെന്നില്ല. നമുക്ക് കയറി നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബിസിനസ് അവസരം ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തിയേക്കണം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മന്ത്ലി എമൗണ്ട് ഒരു ഫാമിലിയുടെ സ്ഥിരമായിട്ട് ഒരു ഔട്ട്ലെറ്റിലേക്ക് ഇടുന്നു. ഒരു 100 ഫാമിലി സ്ഥിരമായിട്ട് അവരുടെ എക്സ്പെൻസ് ഒരേ ഒരു സ്ഥലത്തേക്ക് ഇടുമ്പോൾ അവിടെ നമുക്ക് ഒരു സ്ഥിരമായ ഒരു നിശ്ചിത ലാഭം കിട്ടുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിരമായിട്ടൊരു എമൗണ്ട് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഇടണു, സ്ഥിരമായിട്ട് നമുക്ക് ഒരു വരുമാനം അതിൽ നിന്ന് വരുന്നു. ഇതാണ് നമ്മളിവിടെ ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോരുത്തരുടെയും ആവശ്യം എന്താണെന്ന് നമ്മൾ നോക്കുക. എനിക്കൊരു എക്സ്ട്രാ ഇൻകം ആണോ വേണ്ടത്? എൻ്റെ സമയമില്ലായ്മയാണോ എൻ്റെ ഇന്നത്തെ പ്രശ്നം? സമയമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് ചെയ്യണം. നമ്മൾ പല ആൾക്കാരുടെ സമയം കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ബിസിനസ് കൺസെപ്റ്റ് ഓരോരുത്തർക്കും ഇത് അവതരിപ്പിക്കണം. കൂടാണ്ട് നമ്മുടെ ആരോഗ്യം എല്ലാവർക്കും അറിയാം പ്രശ്നത്തിലാണെന്ന്. ആരോഗ്യ സംരക്ഷണവും ചെലവും ഇതുവഴി നമുക്കൊരു വരുമാനമാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണോ അതാണ് ഫസ്റ്റ് നമ്മൾ ലിസ്റ്റ് ഇട്ട് വാങ്ങേണ്ടത്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്യണത് ബ്രാൻഡ് മാറ്റുക എന്നുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. അതുവഴി ഒരു വ്യവസായിയുടെ പോലെ നമുക്ക് ആയിരക്കണക്കിന് മണിക്കൂറുകളിലേക്ക് ഈ ഒരു ബിസിനസ് കൊണ്ടുപോയിട്ട് നമുക്ക് വലിയ വലിയ എമൗണ്ട് വരുമാനം ഒരു വ്യവസായിയുടെ പോലെ വാങ്ങാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം. അത് ഏറ്റെടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ നമ്മളിവിടെ ഒരു ടീമുണ്ട്, പഠിപ്പിച്ചു കൊടുക്കാനുള്ളതുണ്ട്. ആരെയും നിർബന്ധിക്കില്ല. കാരണം അവനോനറിയാം അവനോന്റെ അവസ്ഥ എന്താന്ന്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഏറ്റെടുക്കാം. കാരണം ഇതിലപ്പുറം വേറൊരു അവസരം ഇനി കിട്ടാൻ പോണില്ല. കാരണം നമുക്ക് നമ്മുടെ ചെലവിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം എവിടെയാ വേറെ കിട്ടാൻ പോണം. അപ്പൊ ഇതെല്ലാവരും മനസ്സിലായെങ്കിൽ അത് ഏറ്റെടുക്കുക. മനസ്സിലാവാത്ത ആൾക്കാർക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത ആളോ അല്ലെങ്കിൽ ഇത് നിങ്ങളോട് ആരാണോ ഇതിനകത്ത് കയറാൻ പറഞ്ഞാൽ അവരോട് ഡീറ്റെയിൽസ് ചോദിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, മുന്നോട്ട് പോവുക. ഈ ഒരു നിമിഷം പോലും കളയാണ്ട് നമ്മുടെ ഓരോ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ചെലവാക്കുമ്പോഴും അതിനൊരു റിട്ടേൺ ഉണ്ടാക്കാനുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യണം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.